ഓണപ്പുടവ നേരിട്ട് വാങ്ങിയ പൊന്നുണ്ണിക്കണ്ണൻ. കാരണവർ മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വളരെ വൈകിയാണ് വേലി കഴിച്ചത്. വേലി കഴിച്ചിട്ടും വളരെ കാലം സന്നദ്ധി ഉണ്ടാകാത്തതിന് പാരവശ്യത്തോടെ അദ്ദേഹം നാളുകൾ തള്ളി നീക്കി. അന്തർജനത്തിന് 45 വയസ്സായതോടെ ഇനി തനിക്ക് ജീവിതത്തിലൊരിക്കലും ഒരു കുട്ടി ഉണ്ടാകില്ലെന്ന് ധരിച്ച നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തുടങ്ങി. തനിക്ക് ഒരു സന്തതി ഉണ്ടായി കണ്ട് മരിച്ചാൽ കൊള്ളാമെന്നായി ഗുരുവായൂരപ്പനെ എന്നും തൊഴാൻ വരുമ്പോൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ വളരെ നാളത്തേക്ക് നമ്പൂതിരിപ്പാടിന് കനിയുകയുണ്ടായില്ല. ധാരാളം സ്വത്തുണ്ടായിട്ടും എന്തുകൊണ്ട് മുൻ തലമുറക്കാരെ പോലെ ദാനധർമ്മം നിർവഹിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ആ തിരുമുഖത്തിൽ നിന്നുണ്ടായത്. ആ ചോദ്യത്തിൻ്റെ പ്രശസ്തി മല്ലിശ്ശേരിക്കാരനവരെ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരുന്നു. കാലക്രമേണ തിരുമേനി ദാനധർമ്മങ്ങളുടെ വക്താവായി മാറി. സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രദാനം, നറുകയിൽ തേക്കാൻ എണ്ണ ഇതെല്ലാം കൊടുക്കുന്നതിൽ അദ്ദേഹം സ്വമേധയാ വ്യാപൃതനായി. ഏതാനും മാസങ്ങൾ തന്നെ ഈ യജ്ഞം അദ്ദേഹം തുടർന്നു വന്നു. അതിനിടയിൽ അത്ഭുതകരമെന്നവണ്ണം അന്തർജനം ഗർഭിണിയായി. തിരുമേനിയുടെ കുതൂഹലം വർദ്ധിച്ചു. ആനന്ദാധികാരത്താൽ അദ്ദേഹം ഭഗവാന്റെ കാരുണ്യങ്ങളോർത്ത് കണ്ണീർ പൊഴിച്ചു. തനിക്കൊരു ഉണ്ണി പിറന്നാൽ അവന് താൻ ഭഗവാന്റെ പേരിടും. അതുതന്നെയാണല്ലോ തൻ്റെയും പേര്. കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ വംശപരമ്പരയ്ക്ക് ഉടനീളം കൃഷ്ണൻ എന്ന പേര് വരത്തക്ക വിധം തായ്വഴിയിൽ മൂത്തവനായി പിറക്കുന്നവർക്കൊക്കെ കൃഷ്ണൻ എന്ന പേർ വിളിക്കണമെന്ന് പ്രത്യേക നിയമം എഴുതിയുണ്ടാക്കുകയും ചെയ്യും. മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിക്ക് തൻ്റെ 64-ാമത്തെ വയസ്സിലാണ് ഒരാൺകുഞ്ഞു പിറന്നത്. ആ കുട്ടിക്ക് അദ്ദേഹം കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്തു. കൃഷ്ണൻ ജനിച്ചതോടെ മല്ലിശ്ശേരി കാരണവപ്പാടിന് വാസുദേവരെ പോലെ ധന്യകുതൂഹലവർത്തിയായി. മകൻ്റെ ആണ്ട് പിറന്ന പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ നാളിലാണ് ഭാഗ്യവശ വന്നുപെട്ടത്. അന്ന് അദ്ദേഹം സാധുക്കൾക്ക് മൃഷ്ടാന ഭോജനം നൽകി. അനാഥരായി ഗുരുവായൂരമ്പലത്തിൽ തെണ്ടി നടക്കുന്ന കുട്ടികൾക്കെല്ലാം ഓരോ മുണ്ട് ഓണപ്പുടകയായി കൊടുത്തു. എല്ലാ കൊല്ലവും തൻ്റെ ഓമനക്കുട്ടൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഈ മുണ്ട് ഓണത്തിന് കൊടുക്കുന്ന പതിവ് തിരുമേനി തുടർന്നു വന്നു. ഉണ്ണി നമ്പൂതിരിക്ക് 4-5 വയസ്സ് പ്രായമായി. എഴുത്തിനിരുത്തി നല്ലൊരു ദിവസം നോക്കി ഉപനയനവും കഴിച്ചു. ഓമനപുത്രൻ്റെ ഉപനയനം വളരെ ഘോഷമായി തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. ഓണത്തിൻ്റെ നാൾ ഉപനയനം കഴിച്ചുകൊണ്ട് വിചാരിച്ചത്ര ചിലവുകളുണ്ടായില്ല. വലിയ ജന്മിയായ തിരുമേനിക്ക് അല്ലെങ്കിലും ഓണക്കാലത്ത് ഒട്ടേറെ ചിലവുകൾ വന്നു ഭവിക്കാറുണ്ട്. എന്നാൽ തിരുമേനി അത്തവണത്തെ സാധുക്കൾക്ക് കൊടുക്കുന്ന ഓണപ്പുടയുടെ ഗുണത്തരം തെല്ലുകൂടി മികച്ചതാക്കി. എല്ലാവർക്കും ഓരോ പാവുമുണ്ട് കൊടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. നല്ല കൂടി ഇണയാൽ പാവുമുണ്ട് എല്ലാം കിഴക്കേ ഗോപുരത്തിൽ വെച്ച് കൊടുക്കാനാണ് പരിപാടിയിട്ടത്. രാത്രി അത്താഴപൂഴ്ച കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം മുണ്ട് കൊടുക്കാമെന്ന വിചാരത്താൽ കോടിമുണ്ടെല്ലാം കെട്ടി കിഴക്കേ ഗോപുരത്തിലിരിക്കുക അമ്പലം കോയ്മയെ ഏൽപ്പിച്ചു. അതിൽ ഒരു ജോഡി കസവിൻ്റെ ഏറ്റവും വില കൂടിയ മുണ്ട് തിരുമേനി സ്വന്തം കയ്യിൽ തന്നെ കരുതി. അത് തൻ്റെ ഓമനപുത്രന് ഓണപ്പുടവയെ ചുറ്റാവുന്നതാണ്. ഇത് മറ്റാർക്കും കൊടുക്കുകയില്ല. പ്രത്യേകമായി കരുതി വെച്ച ആ മുണ്ടിനോടാണ് ഭഗവാന് കമ്പം കയറിയത്. നോക്കണേ അദ്ദേഹത്തിൻ്റെ ഓരോ കളികൾ. നീതിമാന സ്ഥിതപ്രജ്ഞനുമായ തിരുമേനിക്ക് എവിടെ നിന്ന് വന്നു ഈ സ്വാർത്ഥത? തന്നെക്കാളും വലുത് തനിക്കൊന്നുമില്ല എന്ന് പറയുന്ന തിരുമേനി എന്തിനാണ് പ്രത്യേകമായി കസവ് മുണ്ട് വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അത് സ്വാർത്ഥത തന്നെ. തൻ്റേതെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒന്ന് പ്രിയപ്പെട്ടത് തന്നെ. തൻ്റെ ഭാര്യ, തൻ്റെ കുട്ടികൾ, തൻ്റെ സ്വത്ത് സർവ്വതും തന്നിൽ അലിയുന്ന ഈ പ്രവണത പരമഭക്തനെന്ന് അവകാശപ്പെടുന്ന മല്ലിശ്ശേരി നമ്പൂതിരിക്കും ഉണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിക്കണമെന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു. എൻ്റെ കൃഷ്ണനും ഗുരുവായൂരപ്പനും കൂടി എന്നോട് വന്ന് ഈ മുണ്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് ഭഗവാന് തന്നെ കൊടുക്കും. ശുദ്ധഗതിക്കാരനായ നമ്പൂതിരിപ്പാട് അങ്ങനെ പറയുമെന്നാണ് ഭഗവാൻ കരുതിയത്. എന്നാൽ സംഗതി നേരെ മറിച്ചായിരുന്നു. ആ മുണ്ട് പ്രത്യേകമായി കരുതി വെച്ചിരുന്നതിന് ഗുരുവായൂരപ്പൻ മനസ്സിലാക്കി. മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടിൻ്റെ മനസ്സൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു. രാത്രി അത്താഴപൂജയ്ക്ക് നട തുറന്നതിന് ശേഷം കിഴക്കേ ഗോപുരത്തിൽ വെച്ച് മല്ലിശ്ശേരി കാരണവപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് കോടി പാവുമുണ്ട് കൊടുക്കാൻ തുടങ്ങി. അക്കൊല്ലവും പതിവായി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്താണ് മുണ്ട് ലഭിച്ചത്. എന്നാൽ അന്ന് വിശേഷവിധിയായി രാത്രി അത്താഴപൂജ വരെ കുട്ടികൾക്ക് മുണ്ടിനായി കാത്തു നിൽക്കേണ്ടി വന്നത് ചെറിയ മനപ്രയാസമുണ്ടായിരുന്നു.
ഒരു മുണ്ട് കിട്ടുമെന്ന് വെച്ച് എത്ര നേരം കാത്തു നിൽക്കണം? ഗത്യന്തരമില്ലാതെ കൊല്ലത്തിൽ സ്വന്തമായി ഒരു കോടിമുണ്ട് വാങ്ങാൻ ഗതിയില്ലാത്തതുകൊണ്ട് അവർ ആ പതിവ് ഓണക്കോടിക്കായി കൂട്ടം കൂടി നിന്നു. മുണ്ടു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരായി കൈ നീട്ടി ഗോപുരത്തിലേക്ക് കയറി ചെന്നു. കരുതി വെച്ച മുണ്ടെല്ലാം ഏതാനും സമയം കൊണ്ട് കൊടുത്തു തീർത്തു. കസവ് ഇണയാലെ പാവുകൊണ്ടുകൊണ്ട് ഇല്ലത്തേക്ക് പോവാമെന്ന് കരുതിയ തിരുമേനിയുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു നമ്പൂരിക്കുട്ടി കയറി വന്നു. വളരെ സുമുഖനായ ഒരു മണിക്കുട്ടൻ. മല്ലിശ്ശേരി നമ്പൂരിപ്പാടിൻ്റെ ഉണ്ണിയുടെ പ്രായം തന്നെ. കഴുത്തിൽ ഒരു ചരടിൽ ഒരു ഒഴുക്കൻ മോതിരം ആ കുട്ടി അണിഞ്ഞിരുന്നു. കോമളനായ ആ ബാലൻ ഗോപുരത്തേക്ക് കയറി വന്ന് മല്ലിശ്ശേരി കാരണവപ്പാടിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഓണപ്പുടവ വാങ്ങുന്നതിനായി വന്നു നിന്നു. എന്താ ഇത്ര വേഗം പോകാറായോ? ഇനിയും നട അടച്ചിട്ടില്ലല്ലോ. എൻ്റെ മുണ്ടെവിടെ? കുട്ടി യാതൊരു അല്ലലും കൂടാതെ മല്ലിശ്ശേരിയുടെ നേർക്ക് കൈനീട്ടി. ഉണ്ണി, മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം. ഉണ്ണി നേരത്തെ ഈ ദിവസം വന്നോളൂ. എന്താ ഇത്ര വൈകിയത്? ഇതുവരെ എവിടെയായിരുന്നു? കാടുകാട്ടി നടക്കുകയായിരുന്നു അല്ലേ? സാരമില്ല, അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉണ്ണിയുടെ കാര്യം മറക്കില്ല. തൻ്റെ ഓമനപുത്രന് നൽകാനുള്ള കസവുമുണ്ടിൻ്റെ പൊതി നമ്പൂരിപ്പാട് ഉണ്ണി കയറി വന്ന വശം ഉണ്ണിയിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തി. മല്ലിശ്ശേരി കാരണവപ്പാടിന് വലിയ ദാനനിഷ്ഠനാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം 6 പിശുക്കനും സ്വാർത്ഥിയുമെന്ന കാര്യം ആരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. കാരണവപ്പാട് പുളി പറയുന്ന ഒരാളായിട്ട് ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ അവിടെ നിന്ന് പുളി പറയാനും തുടങ്ങിയല്ലേ? പെട്ടെന്ന് ഇവിടെ നിന്നോ ഗോപുരത്തിലേക്ക് കയറി വന്ന ആ കുട്ടിയുടെ കണ്ണിനു മുന്നിൽ വാക്കിനു മുന്നിലും നമ്പൂരിപ്പാട് ചൂളിപ്പോയി. കുട്ടിയാണെങ്കിലും പറയുന്നത് വാസ്തവമല്ലേ? നമ്പൂരിപ്പാട് ചിന്താമഗ്നനായി, മുഖം മ്ലാനമായി. ഉണ്ണി, ഈ പൊതിയിലുള്ള മുണ്ട് എൻ്റെ മകന് കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചതാണ്. ആ പൊതിക്കുള്ളിൽ എന്താണെന്ന് ഇതുവരെ ആരും അറിഞ്ഞിരുന്നില്ല. ഉണ്ണി അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഏതായാലും ഇത്ര കണ്ട് എന്നെ നിർത്തി ചോദ്യം ചെയ്ത സ്ഥിതിക്ക് ഞാനിത് ഇല്ലത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ഉണ്ണിക്ക് തന്നെ തരുന്നു. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഹിതം അതായിരിക്കും അല്ലേ? ഉണ്ണി തന്നെ ഗുരുവായൂരപ്പൻ്റെ വേഷം മാറി വന്നതല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? ശരി, കൈ നീട്ടിക്കോളൂ. മല്ലിശ്ശേരി ഉണ്ണിയുടെ നീട്ടിയ കയ്യിൽ കസവുമുണ്ട് ആദരപൂർവ്വം വെച്ചു കൊടുത്തു. ഉണ്ണി മുണ്ടും വാങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി മറയുകയും ചെയ്തു. ഇല്ലത്തേക്ക് പോകുന്ന പോക്കിൽ നാനാവിധ ചിന്തകൾ വന്ന് മല്ലിശ്ശേരി കാരണവപ്പാടിൻ്റെ മനസ്സിനെ ഇളക്കി മറിക്കാൻ തുടങ്ങി. ആ വന്നു കയറിയ കുട്ടി എന്തൊരു മിടുക്കനാണ്! വല്ലാത്ത കുഴക്കം പിടിക്കുന്ന പ്രശ്നം തന്നെ. താൻ പുളി പറഞ്ഞു. ശരി, ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. മുണ്ടെല്ലാം കൊടുത്തു തീർന്നു എന്ന് പറഞ്ഞത് താൻ തന്നെ. അന്നേരത്ത് അങ്ങനെ പറയാനാണ് തോന്നിയത്. തൻ്റെ ഓമനപുത്രനോടുള്ള വാത്സല്യ നിമിത്തം ഗുരുവായൂരമ്പലത്തിൻ്റെ അകത്ത് വെച്ച് നിസ്സാരമായ ഒരു കാരണത്തിന് ഞാൻ നുണ പറഞ്ഞുവല്ലോ എന്ന ഖേദം നമ്പൂരിപ്പാടിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഉണ്ണിയും ഞാനും മാത്രം തനിച്ചില്ലപ്പോഴാണ് അങ്ങനെ പറഞ്ഞിരുന്നത് എങ്കിൽ സമാധാനിക്കായിരുന്നു. ആ കുട്ടി പറഞ്ഞ വാക്കുകൾ പലരും കേട്ടു നിന്നു. മല്ലിശ്ശേരി കാരണവപ്പാടോട് ചോദ്യം ചോദിച്ച് വായടക്കി. മുണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയ ആ വിരുദ്ധനെ വീണ്ടും കണ്ടാൽ വേണ്ടിയില്ല എന്ന് അവിടെ കൂടി നിൽക്കുന്നവർ ചിലക്കെങ്കിലും തോന്നിക്കാണും. എന്നാൽ ആ കുട്ടി മുണ്ടുവാങ്ങി പോയതിനു ശേഷം പിന്നീട് കണ്ടവരായി ആരുമില്ലായിരുന്നു. പല ദിക്കിലും തിരിഞ്ഞു നോക്കി. വിരുദ്ധനായ ആ ചെറുക്ക് എങ്ങോട്ടോ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു പക്ഷേ ശ്രീലകത്തുള്ള ആ കള്ള കരുമടിക്കുട്ടൻ തന്നെയാവാം വന്നു കയറിയത്. അങ്ങനെ പലരും അഭിപ്രായപ്പെട്ടുകൊണ്ട് അമ്പലത്തിൽ നിന്ന് യാത്രയായി. പിറ്റേന്ന് വാഗചാർത്തിന് നട തുറന്നപ്പോൾ ആ ഇണയാലെ പാവുമുണ്ട് ഭഗവാന്റെ തൃക്കയിൽ കണ്ടപ്പോൾ കാരണവപ്പാട് തിരുമേനി വർദ്ധിച്ച സന്തോഷത്താൽ രോമാഞ്ചകുചുകിതനായി. അദ്ദേഹം നിരുദ്രകണ്ഠനായി പോയതുകൊണ്ട് ഒന്നും തന്നെ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണ ദർശനവും ആത്മസാക്ഷാത്കാരവും ലഭിക്കാനിട വന്ന മല്ലിശ്ശേരി കാരണവ അധികം നാൾ കഴിയുന്ന മുമ്പേ ദിവംഗതനാവുകയും ചെയ്തു. ഈ മഹാനുഭാവൻ്റെ ശാശ്വത സ്മരണയെ നിലനിർത്തിക്കൊണ്ട് ഇന്നും മല്ലിശ്ശേരി ഇല്ലത്തെ മൂത്ത ആൺപ്രജയ്ക്ക് കൃഷ്ണൻ എന്നാണ് പേരിട്ട് വരുന്നത്. കാരണവപ്പാടിൻ്റെ സ്ഥാനം ഇന്നും മല്ലിശ്ശേരി നമ്പൂരിമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണവർ മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂരിപ്പാട് എന്നാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പേരിടുകളിൽ എഴുതിയിരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പഴയ റെക്കോർഡുകൾ എടുത്തു നോക്കിയാൽ ഈ വസ്തുത വളരെ വ്യക്തമാക്കുന്നതാണ്.